സുഹൃത്തുക്കളെ, IQ എന്ന് കേട്ടിട്ടുള്ളതല്ലേ, ഇന്റലക്ച്വൽ കോഷ്യന്റ്. നമുക്ക് നല്ല മാർക്ക് വാങ്ങാൻ, ഇന്റർവ്യൂ ഷൈൻ ചെയ്യാൻ, കരിയറിൽ എത്തിപ്പെടാനൊക്കെ IQ വളരെ ഉപകാരപ്രദമാണ്. പക്ഷേ ഒരു പ്രതിസന്ധി വന്നാലോ, ഇന്നത്തെ കാലത്തൊക്കെ അറിയാലോ, വളരെ മത്സരാധിഷ്ഠിതമായ കാലഘട്ടമാണ്. വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ പ്രതിസന്ധികൾ പല വിധത്തിൽ വരാം. ചിലപ്പോൾ ബിസിനസ് പൊളിയാം, അടിക്കടി ഉണ്ടാവുന്ന തിരിച്ചടികൾ, വേണ്ടപ്പെട്ടവരുടെ മരണങ്ങൾ, അതുപോലെ പല പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഈ IQ ലെവലല്ല നമ്മളെ സഹായിക്കുക. അവിടെ വേറൊന്നുണ്ട്. പ്രതിസന്ധികൾ വരുമ്പോൾ അതിന് നേരിടാനുള്ള കഴിവ് AQ എന്ന് പറയും, അഡ്വേഴ്സിറ്റി കോഷ്യന്റ്. പ്രതിസന്ധി ബുദ്ധി, IQ അല്ല AQ. ഇതാണ് നമുക്ക് വേണ്ടി വരിക. ഇതിനൊരു ഉദാഹരണം ഞാൻ പറയാം. അമേരിക്കയിലെ ഓപ്ര വിൻഫ്രയെ കുറിച്ച് കേട്ടിട്ടില്ലേ? കറുത്തവർഗാരിയായിട്ടുള്ള അമേരിക്കൻ ലേഡി ഓപ്ര വിൻഫ്രെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, ലോകത്തെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ലേഡിയാണ്. കറുത്തവർക്കാരിൽ ഏറ്റവും സമ്പന്നയാണ്. പ്രസിദ്ധിയായിട്ടുള്ള TV അവതാരക, കമാൻഡേറ്റർ, അതുപോലെ പ്രൊഡ്യൂസർ, പല നിലകളിൽ പ്രശസ്തിയായിട്ടുള്ള ഇന്നും ജീവിച്ചിരിക്കുന്ന ഓപ്ര വിൻഫ്രയുടെ കഥ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനമ്മയും വേർപിരിഞ്ഞ് അനാഥയായി, തികച്ചും അനാഥയായി, കഴിക്കാൻ ഒന്നുമില്ല, പട്ടിണി. കൊടുംപട്ടിണിക്കിടയിലും ലൈംഗികമായിട്ടുള്ള ചൂഷണം, തുടർച്ചയായ ചൂഷണം, 14-ാം വയസ്സിൽ ഗർഭിണിയാവുന്നു, പ്രസവിക്കുന്നു. ഇത്രയൊക്കെ സഹിച്ച ഒരു കുട്ടി ജീവിതത്തിൽ വിജയിക്കാൻ സാധ്യത തീരെ കുറവല്ലേ? പക്ഷേ ഓപ്ര വിൻഫ്രെ ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്തു. ഈ പ്രതിസന്ധികളെല്ലാം അവരുടെ കപ്പാസിറ്റി ബിൽഡിങ്ങിനാണ് അവർ ഉപയോഗിച്ചത്. അവരെ സഹായിച്ചത് IQ മാത്രമല്ല, അതിനേക്കാളേറെ അവർക്ക് AQ ആയിരുന്നു എന്ന് കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മുടെ കുട്ടികൾക്ക് AQ ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടോ? അതിനുള്ള അവസരം നമ്മൾ നൽകുന്നുണ്ടോ? ഇത് പുസ്തകം വായിച്ചാലോ ട്രെയിനിങ്ങിന് പോയാൽ കിട്ടുന്നതല്ലല്ലോ. പ്രതിസന്ധികൾ സ്വയം നേരിട്ട് വളരാനുള്ള അവസരങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതിൽ ശരി. IQ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. പ്രതിസന്ധികൾ ഉണ്ടാവണമെങ്കിൽ ചലഞ്ചസ് ഉണ്ടാവണം. പഠിക്കാനുള്ള പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുക, അങ്ങനെ പല വ്യക്തികൾ ചെറുപ്പത്തിൽ തന്നെ ഇതൊക്കെ നേരിടാനുള്ള കഴിവുകൾ കൊടുത്തിരുന്നെങ്കിൽ ഇത് നല്ലതായിരുന്നു. ഒരു ഒട്ടേറെ ആത്മഹത്യകൾ നമുക്ക് തടയാൻ കഴിയുമായിരുന്നു.